കിരീടം എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ മലയാളത്തിൻ്റെ വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനം തീർത്ത നടനാണ് മോഹൻരാജ് എന്ന കീരിക്കാടൻ ജോസ്. കിരീടത്തിലെ കഥാപാത്രത്തിലൂടെ തന്നെയാണ് താരം പിന്നീട് സിനിമയിൽ അറിയപ്പെട്ടത്. ഈ അടുത്താണ് മോഹൻരാജ് മരണപ്പെട്ടത്. മരണസമയത്ത് നടൻ്റെ വീട്ടിലെത്തിയവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് അദ്ദേഹം അവസാനമായി താമസിച്ചിരുന്ന വീട് കണ്ടിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും മോഹൻരാജിൻ്റെ വീടിൻ്റെ ചിത്രങ്ങൾ ചർച്ചയായി മാറിയിരിക്കുന്നു. വളരെ പഴക്കമുള്ള ഒരു വീട്, മുകളിൽ ഓടുപാകിയിരിക്കുന്നു. മുകളിൽ മുഴുവൻ ടാർപോളിൻ ഷീറ്റ് കെട്ടി വീട്ടിൽ മഴ പെയ്താൽ അകം മുഴുവൻ നനയും. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വളപ്പിലെ മതിലിനോട് ചേർന്ന് ചിതയൊരുക്കിയാണ് നടൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർഡ് DYSP ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുകുമാരൻ നാടാറും അമ്മ പങ്കജാക്ഷിയും നിർമ്മിച്ച വീടാണിത്. പഴയ മോഡലിൽ മുമ്പ് പണി കഴിപ്പിച്ച വീട് അക്കാലത്ത് ആ നാട്ടിലെ ഏറ്റവും വലിയ വീടായിരുന്നു. 4 സഹോദരങ്ങളാണ് മോഹൻരാജിനുള്ളത്. അവരെല്ലാം മറ്റു വീടുകൾ പണിത് കുടുംബസമേതം താമസം മാറി. പിന്നീട് മോഹൻരാജ് മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. നടൻ്റെ ഭാര്യയും മക്കളും എല്ലാം ചെന്നൈയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലൊരു പുതിയ വീട് പണി കഴിപ്പിക്കാൻ മോഹൻരാജ് ശ്രമിച്ചതുമില്ല. അച്ഛനെപ്പോലെ സർക്കാർ ഉദ്യോഗസ്ഥൻ ആകണമെന്നായിരുന്നു മോഹൻരാജിൻ്റെ ആഗ്രഹം. അതിനുള്ള ശ്രമം ചെറുപ്പം മുതലേ അദ്ദേഹം നടത്തിയിരുന്നു. പഠനത്തിൽ മിടുക്കനായ അദ്ദേഹം ഡിഗ്രി പൂർത്തിയാക്കി 20-ാം വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ജോലി നേടി. 5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. പിന്നീട് കാലിന് പരിക്ക് പറ്റിയ കാരണത്താൽ ജോലി ഉപേക്ഷിച്ചു. തുടർന്ന് നാട്ടിലെത്തി നിരവധി മത്സര പരീക്ഷകൾ എഴുതി. പിന്നീട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടി. 2 വർഷത്തോളം കസ്റ്റംസിൽ ജോലി ചെയ്തു. അതിനിടെ കേരള പോലീസ് SI ടെസ്റ്റിൽ 2-ാം റാങ്ക് നേടിയിരുന്നു. എന്നാൽ അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായി ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ തൻ്റെ 29-ാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത്. പിന്നീട് വിവാഹിതനായ മോഹൻരാജ് മധുരയിൽ കുടുംബസമേതം താമസിച്ചു. ഭാര്യയുടെ പേര് ഉഷ. ഭാര്യ മധുരയിൽ ഹഡ്കോ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇളയ മകൾ ഫാഷൻ ടെക്നോളജി വിദ്യാർത്ഥിനിയാണ്. അസുഖബാധിതനായതിനു ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നത്. പ്രിയ മോഹൻരാജിന് ആദരാഞ്ജലികൾ. കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.